ചങ്ങായിമാരെ 2 ദിവസമായിട്ട് ഞാൻ എന്താ ചിന്തിക്കില്ലെന്നറിയാം. ഈ മലപ്പുറത്ത് നടക്കുന്ന കുംഭമേളയില്ലേ, ആ കുംഭമേള എന്താണ്? ആ കുംഭമേള ഉത്തരേന്ത്യയിൽ നടക്കുന്ന കുംഭമേളയില്ലേ, അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ കുംഭമേള കേരളത്തിൽ മലപ്പുറത്ത് തന്നെ എന്തുകൊണ്ട് നടത്തുന്നു? മലപ്പുറത്ത് നടക്കുന്ന ആ കുംഭമേളയിൽ സംഘപരിവാർ എന്തിന് വർഗീയത കുത്തിക്കേറ്റുന്നു? ഇതൊക്കെയായിരുന്നു എന്റെ ചിന്ത. ഞാൻ ഈ ചിന്തയുണ്ടല്ല എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു. അപ്പൊ ആ സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചെന്ന്. ആ വീഡിയോ കണ്ടപ്പോണ്ടല്ല എനിക്ക് മൊത്തം മനസ്സിലായി. വളരെ സിമ്പിൾ ആയിട്ട് രണ്ടാൾക്കാർ കുംഭമേളയെ കുറിച്ചും അത് മലപ്പുറത്ത് എന്തിനു നടത്തുന്നതും അതിൽ സംഘപരിവാറിന്റെ വർഗീയത എന്താണെന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. ആ പറയുന്നത് ഹരിഹരൻ സാറും ബാബുരാജ് ഭഗവതിയാണ്. നിങ്ങൾക്കും എന്നെ പോലെ ഇക്കാര്യത്തിലെല്ലാം സംശയം ഉണ്ടെങ്കിലില്ല, വെറും 10 മിനിറ്റ് കൊണ്ട് നിങ്ങളെ സംശയം തരും. 10 മിനിറ്റ് നിങ്ങൾക്ക് എടുക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോ. വാ. എങ്ങനെയാണ് ഈ ഒരു കുംഭമേള പുതിയതായി അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് തോന്നുന്നത്? തിരുനാവായയിലാണ് കുംഭമേള നടക്കുന്നത്. മലപ്പുറം കുംഭമേള എന്നാണ് സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് സ്ഥലം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കുംഭമേളയാണോ എന്ന കാര്യത്തിൽ തന്നെ സംഘപരിവാറിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. തീരുമാനമായിട്ടില്ല. കാരണം കുംഭമേള പാരമ്പര്യമായിട്ട് ചരിത്രപരമായിട്ട് 4 സ്ഥലങ്ങളിലാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അത് 1 അലഹബാദാണ്, 2 ഹരിദ്വാറാണ്, 3-മത്തേത് ഉജ്ജയിനിയിലാണ്, 4-മത്തേത് നാസിക്കിലാണ്. അപ്പോൾ കുംഭമേളയുടെ ഒരു ഹിസ്റ്ററി എടുത്താൽ ഈ 4 സ്ഥലങ്ങളിൽ 12 വർഷത്തിലൊരിക്കലും ആണ് കുംഭമേള നടക്കുക. നൂറ്റാണ്ടിലൊരിക്കലും എവിടെയെങ്കിലും ഒരു കുംഭമേളയും നടക്കും ഈ 4 കേന്ദ്രങ്ങളിൽ. കേരളത്തിൽ ഇതുവരെ അങ്ങനെ ഒരു കുംഭമേള നടന്നിട്ടില്ല. അതുകൊണ്ട് ഇതിനെ കുംഭമേള എന്ന് വിളിക്കാമോ എന്നൊരു ചോദ്യം സംഘപരിവാറിന്റെ സന്യാസിയായ ചിദാനന്ദപുരിയുടെ മുമ്പിൽ വന്നു. ചിദാനന്ദപുരി ഒരു പൊതു സ്റ്റേജിലാണ് പറഞ്ഞത്. പൊതു സ്റ്റേജിൽ അദ്ദേഹം കൊടുത്ത മറുപടി, നമുക്കിതിനെ കുംഭമേള എന്ന് വിളിക്കാൻ പറ്റില്ല, പക്ഷേ കുംഭമേളയോട് സദൃശമായ അതുപോലെയുള്ള കുംഭമേളയല്ല, എന്നാൽ കാണുമ്പോൾ കുംഭമേള പോലെ തോന്നുന്ന ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ചിദാനന്ദപുരി, അമൃതാനന്ദമയി, ചെങ്കോട്ടോണം, രാമദാസ് മിഷനിലെ സ്വാമിമാര് അവരൊക്കെ ഈ ഇതിന്റെ ഭാഗമാണ്. പക്ഷെ ഇതിന്റെ ഭാഗമാകുമ്പോഴും അവർക്ക് ഇതിനകത്ത് ഈ ചില ദൈക്കായിക ഉണ്ട്. ദൈക്കായിക എന്ന് പറയുന്നത് കുംഭമേള സംഘടിപ്പിക്കുന്ന ജൂനാഘാട എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ ഒരു സ്ഥാപനത്തിന്റെ പ്രതിനിധിയായിട്ട് ആനന്ദവനം ഭാരതി എന്ന് പറയുന്ന മഹാമണ്ഡലേശ്വരായിട്ട് വന്നിട്ടാണ് ഇത് നടത്തുന്നത്. അദ്ദേഹം പഴയൊരു SFI കാരനാണ്. കേരളവർമ്മ കോളേജ് SFI കാരനായിരുന്നു. പൂർവാശ്രമത്തിൽ അദ്ദേഹത്തിന്റെ പേര് സലിൽ എന്നായിരുന്നു. അദ്ദേഹം ഒരു പത്രപ്രവർത്തനം കൂടിയായിരുന്നു. മതമേടയ്ക്കൊക്കെ വേണ്ടി ജോലി ചെയ്തിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് SFIയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹം 8 കേസുകളിൽ പ്രതിയായി. ജാമ്യമില്ലാത്ത കേസുകളിൽ പ്രതിയായപ്പോൾ അദ്ദേഹം നാട് വിട്ടുപോയതാണ്. നാട് വിട്ടുപോയപ്പോൾ പിന്നെ ഇങ്ങനെ ഈ ആത്മീയ വഴിയിലേക്ക് പോവുക. ജാമ്യം എടുത്ത് പുറത്തു വന്നാൽ മതി, പക്ഷെ അദ്ദേഹം പോയത് ഇങ്ങനെ ജൂനാഘാടയിലേക്ക്. ജാമ്യം കൊടുത്തെങ്കിൽ പ്രശ്നമായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വിട്ട് നേരെ സംഘപരിവാർ രാഷ്ട്രീയത്തിലേക്ക് പോയി. ഞാൻ അദ്ദേഹം ഒരു ഇന്റർവ്യൂ വിശദമായിട്ട് കാണുന്നുണ്ട്. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിലെ സന്യാസി പാരമ്പര്യത്തിനകത്ത് 2 ഭാഗമുണ്ട്. ഒന്ന് വളരെ സായുധരായ സന്യാസിമാരുണ്ട്. അവരാണ് പഴയ സന്യാസി കലാപം നടത്തിയത്. അവരാണ് 10 ലക്ഷം പേര് ആയുധ പരിശീലനം കിട്ടിയ സന്യാസിമാരുണ്ട്. അവരാണ് ബാബറി മസ്ജിദ് തകർത്തത്. അവരാണ് ഈ അഖാഡയുടെ, ജൂനാഘാടയുടെ എല്ലാ അഖാഡകളുടെയും നേതൃത്വം വഹിക്കുന്നവരാണ്. അവരാണ് ഇങ്ങോട്ട് വരുന്നത്. സന്യാസി എന്ന് പറയുമ്പോൾ പഴയ പോലെ എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ച് ധ്യാനിച്ചിരിക്കുന്ന ആളുകളല്ല, സായുധമായി ചില പ്രശ്നങ്ങളെ നേരിടാൻ ഒരുങ്ങുന്നവരാണ്. എന്നുവെച്ചാൽ സന്യാസത്തിന്റെ ഒരു സ്വഭാവം തന്നെ മാറുകയാണ്. ആയുധമേന്തിയ സന്യാസിമാർ അവർ സംഘർഷങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ഇത് വളർന്നിട്ട് അവരെ പോലെ ന്യായീകരണം പറയുന്നത് ഭാർഗവ ക്ഷേത്രത്തെ പുനർനിർമ്മിക്കുകയാണ്. പരശുരാമന്റെ ഒരു ക്ഷേത്രമാണ് കേരളം, അത് പുനർനിർമ്മിക്കുകയാണ്. അപ്പോൾ പരശുരാമ ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഗതി മുഴുവൻ വരുന്നത്. പരശുരാമനെ പറ്റി പറയുമ്പം കേരളം നിർമ്മിച്ചത് പരശുരാമനാണെന്ന രീതിയിൽ അവർ പറയുന്നുണ്ടല്ലോ. ഗോവർണത്ത് നിന്ന് കന്യാകുമാരി വരെ മഴ എറിഞ്ഞിട്ടാണ് പരശുരാമൻ. അത് എന്ത് മഴ നമുക്കറിയില്ല, അത്രയും ദൂരം എറിയുന്ന മഴ മിസൈലും ഒക്കെ ആയിരിക്കും പഴയകാലത്ത്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. അപ്പോൾ ഈ പരശുരാമന്റെ ക്ഷേത്രം പുനർനിർമ്മിച്ചെടുക്കാൻ വേണ്ടിയാണ് ജൂനാഘാടക്കാർ ഇവിടെ കുംഭമേള സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഇത് ഔപചാരികമായിട്ട് നമുക്കതിനെ കുംഭമേള എന്ന് വിളിക്കാൻ പറ്റില്ല എന്നാണ് ചിദാനന്ദപുരിയെ പോലുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർ പറയുന്നത്. എന്തിനിത് തിരുനാവായ വെക്കുന്നുള്ള പ്രശ്നം. തിരുനാവായയിൽ വെക്കുമ്പോൾ മലപ്പുറം ജില്ലയിലാണ്. തിരുനാവായക്ക് വേറൊരു വലിയ പാരമ്പര്യമുണ്ട്. ആലുവ മണപ്പുറം പോലെ തന്നെ വലിയൊരു പാരമ്പര്യമുള്ള സ്ഥലമാണ്. അത് അവിടെ വരുമ്പോൾ അത് കുറെ കൂടി ശ്രദ്ധിക്കപ്പെടും എന്നൊക്കെയാണ്. പക്ഷേ ആരും അതിന് വലിയ ഗൗരവമൊന്നും കൊടുത്തില്ല. ഇത് പല രീതിയിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നു, അനന്തവനം ഭാരതി വരുന്നു, അദ്ദേഹം സാമൂതിരിപ്പാടിനെ സന്ദർശിക്കുന്നു, ആഴ്വേഞ്ചേരി തമ്പ്രാക്കന്മാർ പോയി കാണുന്നു. പക്ഷെ ആരും ഗൗരവത്തിൽ മലപ്പുറത്തുകാരെ ഇതിനൊരു സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പോഴാണ് 2 പ്രശ്നം വരുന്നത്. ഒന്ന്, ഗവൺമെന്റ് അനുമതി കൊടുക്കുന്നില്ല. ഗവൺമെന്റ് അനുമതി കൊടുക്കാത്തത് ഇതിനകത്ത് 2 പ്രശ്നമുണ്ട്. ഒന്ന്, സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഒരു ദിവസം 50,000 പേര് വരുന്നതാണ് അവർ തന്നെ പറയുന്നത്. ചിലപ്പോൾ 1 ലക്ഷം പേര് വന്നേക്കും. അങ്ങനെ ദിവസങ്ങളോളം ഇത്രയധികം ആളുകൾ ചെറിയ പ്രദേശത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. 2, ഇത് മണൽത്തിട്ട് നിരപ്പാക്കിയിട്ട് വേണം അവിടെ സ്ഥലം ഉണ്ടാക്കാൻ. നീളാനദിയുടെ മണൽത്തിട്ട ബുൾഡോസർ വെച്ച് നിരപ്പാക്കി സൗകര്യം ഉണ്ടാക്കുന്നുണ്ട്. തവനൂരിനും തിരുനാവായക്കും അതിനെ തമ്മിൽ ബന്ധിപ്പിച്ചൊരു പാലം വേണം. 50,000 പേര് ഒരു ദിവസം വരുമെങ്കിൽ ആ പാലത്തിന് നല്ല ഉറപ്പുള്ള പാലം വേണം. പക്ഷേ താൽക്കാലികമായിട്ട് ഒരു പാലം ഉണ്ടാക്കുകയാണ്. അതിലുള്ളൊരു കോമഡി, നേരത്തെ ഗവൺമെന്റ് തവനൂരിനെയും തിരുനാവായനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രോജക്റ്റ് വെച്ചപ്പോൾ അതിനെതിരെ ഒരു കേസുമായിട്ട് പോയ ഒരാളുണ്ട്. അയാൾ ഇന്ത്യയിലെ വലിയ എഞ്ചിനീയർ ആണെന്നാണ് പറയുന്നത്. അയാളുടെ പേര് ശ്രീധരൻ. പഠിക്കുന്ന കാലത്തെ അറസ്റ്റാണ്, മെട്രോമാനാണ്. അപ്പോൾ മെട്രോമാൻ ഒരു പരാതി കൊടുത്തത് ഇങ്ങനെ ബന്ധിപ്പിക്കാൻ പാടില്ല, പാലം പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് പാലം പണി നേരത്തെ നടക്കാതെ പോയത്. ഇപ്പം മെട്രോമാൻ അഭിപ്രായം മാറിയെന്ന് അറിയില്ല. എന്തായാലും ഒരു താൽക്കാലികമായിട്ട് ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാലത്തിന് ഉറപ്പുണ്ടാവില്ല എന്നൊന്നും ഒരു തീരുമാനമില്ല. ഇത്രയും ആളുകൾ വരുമ്പോൾ ആ പാലം ആളുകൾ താങ്ങോ പുഴയിലും ആളുകൾ വീഴോ ഒന്നും പറയാൻ പറ്റില്ല. എന്ത് സംഭവിച്ചാലും അത് മലപ്പുറത്തായതുകൊണ്ട് നമുക്കെല്ലാം ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം മലപ്പുറം പരമ്പരാഗതമായിട്ട് തന്നെ ഒരു കുഴപ്പം പിടിച്ച പ്രദേശമാണെന്നാണ് സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ടത്. അനുമതി കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം വന്നപ്പോൾ അനന്തവനം ഭാരതിയും ചെങ്കോട്ടോണം മഠത്തിലെ
ഒരു സന്യാസി, അദ്ദേഹത്തിന്റെ പേര് ശാന്താനന്ദ എന്നാണ്. ആ പേര് ശ്രദ്ധിക്കണം, ശാന്താനന്ദ എന്നാണ്. ചെങ്കോട്ടോണം മഠത്തിലെ ആളുകൾ പൊതുവെ കുറച്ച് BP കൂടുതലാണ്, അവർ വളരെ രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നവരാണ്. അങ്ങനെ VHP ആയി നേരിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മലപ്പുറം അങ്ങനെ ആരുടെയും ബാപ്പയുടെ സ്വന്തം സ്ഥലമൊന്നുമല്ല, മലപ്പുറത്ത് ഇത് നടത്തും എന്നൊക്കെ പറഞ്ഞു. ആരും മലപ്പുറത്ത് ഒരു ബാപ്പയുടെ മക്കളും പോയിട്ട് നിങ്ങളെ നടത്താൻ പാടില്ല എന്ന് പറയുന്നില്ല. എന്തിനാ ഈ ബാപ്പയെ പറ്റി പറയുന്നത്? മലപ്പുറത്തുകാർ മുഴുവൻ മുസ്ലിങ്ങളാണ്, അവിടെ ഹിന്ദുക്കളില്ലേ. അപ്പോൾ ആരുടെയും ബാപ്പയുടെ സ്ഥലമൊന്നുമല്ല, ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞിട്ടാണ് വെല്ലുവിളിക്കുന്നത്. പക്ഷേ അതും ആരും ഏറ്റെടുത്തില്ല. കാരണം ഈ മാതിരി അവതാരങ്ങളൊക്കെ വരുന്നത് എന്തിനാണെന്നുള്ള മലപ്പുറത്തുകാർക്ക് അറിയാം, കുറേ കരുത് അനുഭവിക്കുന്നുണ്ട്. അതൊന്നും ഏറ്റുപിടിക്കാൻ ഒരാളും പോയില്ല. അപ്പോൾ അതേക്കുറിച്ചുള്ള ചർച്ചയിൽ മീഡിയ വണിൽ ഞാൻ കണ്ടൊരു കാര്യം, സി ദാവൂദ് പറഞ്ഞത് മലപ്പുറത്തുകാർ അവിടെ സർബത്ത് വിൽക്കുന്നു, നിങ്ങളൊക്കെ അവിടെ വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് സർബത്ത് വിൽക്കും, മുസ്ലിങ്ങൾ സർബത്ത് വിൽക്കും, അതിന്റെ പണം കൂടി മുസ്ലിങ്ങൾക്ക് കിട്ടും എന്നാണ് ദാവൂദ് തമാശയായിട്ട് പറഞ്ഞത്. ദാവൂദിനോട് എനിക്ക് പറയാനുള്ള അവിടെ സർബത്ത് വിൽക്കാനും പോകാൻ പാടില്ല, വഴിക്കേ പോകാൻ പാടില്ല, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ പാടില്ല, ഇവര് നടത്തി പോയിക്കോട്ടെ എന്ന് വെക്കണം. 2027 പ്രയാഗ്രാജിൽ നടക്കാൻ പോകുന്ന കുംഭമേളയിൽ ആ പ്രദേശത്ത് ഹിന്ദുക്കളല്ലാത്ത ആളുകൾ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനം ഉത്തരാഖണ്ഡ് സർക്കാർ എടുക്കാൻ പോകുന്നതായിട്ട് കേട്ടു. അപ്പോൾ അങ്ങനത്തെ ഒരു അപ്പോൾ ഈ ഇന്ന് കുംഭമേളകൾ, അതായത് എത്രയോ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കുംഭമേളകൾ തന്നെ ഇന്ന് വിദ്വേഷ പ്രചാരണത്തിന്റെ ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സർക്കാർ അതിൽ കൃത്യമായി ഇടപെടുകയും, പക്ഷെ എനിക്ക് തോന്നുന്നു സർക്കാർ ഇത് നീക്കി വെച്ചിട്ട് അതായത് അവർ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. പകരത് വലിയ തോതിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയും ജിഹാദികൾ എന്ന് വിളിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. ഏത് തടസ്സങ്ങളെയും ജിഹാദികൾ എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ്. മലപ്പുറത്തിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ട് ഇവരാരും ഒരു മുസ്ലിം സംഘടനയും ഇതിനകത്ത് ഇടപെടാൻ പോകുന്നില്ല, അവർ അവഗണിച്ച് വിടുകയുള്ളൂ. കാരണം അവരെ സംബന്ധിച്ച് ഇത് അവർക്കറിയാം, ഇത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അറിയാം. ആയുധം കൊടുക്കാൻ അവർ പോലും, ഈ സംഘപരിവാറിന് ആയുധം കൊടുക്കാൻ മലപ്പുറത്തെ മുസ്ലിങ്ങൾ നിൽക്കില്ല. അവർ വളരെ സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സംഗതി സാധാരണ നിലയ്ക്ക് കിട്ടാനില്ല. അത് മാത്രമല്ല, ഇവര് സാധാരണ ജനക്കൂട്ടല്ലല്ലോ. അതെ അതെ. അതായത് ഒരു വേറെ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പൊളിറ്റിക്കലി ചാർജ് ആയിട്ടുള്ള വിദ്വേഷ പ്രചാരണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഞാനൊരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്ന ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. ഒരു ഗിരീഷ് കണ്ണൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ പോസ്റ്റ് ഇട്ടത്. 2021-25 100 വർഷങ്ങൾക്ക് ഇപ്പുറം, അത് 2021 എന്ന് പറയുന്നത് 1921-2025 100 വർഷങ്ങൾക്ക് ഇപ്പുറം. ഈ 1921 എന്ന് പറയുന്നത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സൂചനയാണ്. 100 വർഷങ്ങൾക്ക് ഇപ്പുറം വിച്ഛേദിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാൽ നിറഞ്ഞ തൂരിലെ കിണറുകൾക്കുള്ളിൽ ശാന്തി ലഭിക്കാതെ അലഞ്ഞ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കാൻ അതേ മണ്ണിൽ കുംഭമേള മനസ്സും ശരീരവും ഇനി നാവാമുകുന്നതിന് മണ്ണിലേക്ക്. ഇവിടെ ജിഹാദികളാൽ കൊല ചെയ്യപ്പെട്ട നമ്മുടെ പൂർവികർക്ക് ആദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുപോലെ കുറെ ആളുകളാണ് കുംഭമേള എന്ന് പറഞ്ഞ ഈ സ്ഥലത്തേക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഇവരെന്തായിരിക്കും അവിടെ ഈ വരുന്ന ഒരു ഇതിനിടെ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഇതില് മിണ്ടിയാലും പ്രശ്നം, മിണ്ടിയിലെങ്കിലും പ്രശ്നം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രശ്നത്തിലാണ് നിലനിൽക്കുന്നത്. അതൊരു പരീക്ഷ. ഇന്ന് ഈ തൂർ കട എന്ന് പറയുന്നത് നാവാമുകുന്നതിന്റെ അടുത്തൊന്നുമല്ല, അത് വണ്ടൂരാണ്. വണ്ടൂരിൽ എഴുതിയ ആൾക്ക് മലപ്പുറം ജില്ലയുടെ ഭൂമിശാസ്ത്രം അറിയാത്തതുകൊണ്ടാണ്. ഒന്നത് വണ്ടൂരിലാണ്. 2 തൂരിലെ കിണറിനകത്ത് ബ്രിട്ടീഷുകാർ വെട്ടിക്കൊന്ന് കൊലപ്പെടുത്തിയിട്ട ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങൾ മാത്രമല്ല അതിനകത്ത് ഹിന്ദുക്കളുണ്ട് കൊല്ലപ്പെട്ടവരില്ല. ഇത് ചില സിദ്ധാന്തങ്ങൾ. ഇപ്പം ഈ കുംഭമേളയ്ക്കൊക്കെ അവിടെ ചുക്കാൻ പിടിക്കുന്ന ഒരു ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന, എന്നാൽ ചരിത്രമായിട്ട് ബന്ധമില്ലാത്ത ഒരു എഴുത്തുകാരൻ, സംഘപരിവാറിന്റെ ഒരു എഴുത്തുകാരുണ്ട്, തിരൂർ ദിനേശ് എന്ന് പറയുന്നത്. അയാളാണ് ഇതൊക്കെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം തിരൂർ ദിനേശിന്റെ ഒരു കുറെ കാലത്തെ ഒരു അന്വേഷണമാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് കിണറുകളിൽ 921 ഇതിന്റെ ലഹളയുടെ ഭാഗമായിട്ട് ആളുകൾ കിടക്കുന്നുണ്ട്. അത് ഇവിടെ മാത്രമല്ല, അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ചെയ്തുകൊണ്ടിരുന്നത് ആരെ കൊന്നാലും കിണറ്റിലിടുക എന്നുള്ള. മാമാങ്കത്തിന്റെ സമയത്തും അതിന് ബ്രിട്ടീഷുകാരല്ല, ഈ സാമൂതിരിയാണ് ചെയ്തത്, ഈ കിണറിലിടുക, പൊട്ടക്കിലേക്ക് എന്നുള്ളതാണ്. കാരണം തെളിവൊന്നും ഉണ്ടാവില്ല, ആരും അറിയാൻ പോകുന്നില്ല, ബോഡി സംസ്കരിക്കേണ്ട കാര്യമില്ല. അതെല്ലായിടത്തും, ഇന്ത്യയിൽ എല്ലായിടത്തും, ലോകത്തെല്ലായിടത്തും സാമ്രാജ്യത്വവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ബ്രിട്ടീഷുകാർ അതിൽ എക്സ്പെർട്ടുകളായി. അത് കണ്ടിട്ടാണ് സാമൂതിരിയെ പോലുള്ള ആളുകൾ മുമ്പ് ചെയ്തൊരു കാര്യം ബ്രിട്ടീഷുകാർ ആവർത്തിക്കാൻ ചെയ്തതാണ്. കാരണം മാമാങ്കത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളൊക്കെ അങ്ങനെ സംസ്കരിക്കുന്നില്ല, അപമാനിച്ചിട്ട് ശവശരീരത്തെ പോലെ അപമാനിച്ചിട്ട് വിടുക. അപ്പൊ അത് സത്യത്തിൽ ഈ കേരളത്തിലെ ശരിയായ ചരിത്രം പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇതൊരു സുവർണാവസരമാക്കി മാറ്റാൻ പറ്റും. മതനിരപേക്ഷവാദികൾക്കും ഇടതുപക്ഷക്കാർക്കൊക്കെ ഇതൊരു അവസരമാണ്. കാരണം കേരളത്തിന്റെ ഈ ചരിത്രത്തിലെ അറിയപ്പെടാത്ത ഒരുപാട് ഏടുകളുണ്ട്, അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള അവസരമാണ്. ഇവർ ഈ പറയുന്നല്ല ചരിത്രം. ഇവര് ബുദ്ധമതക്കാരെ, ആയിരക്കണക്കിന് ബുദ്ധ ഭിക്ഷുക്കളെ, ജൈന ഭിക്ഷുക്കളെ കൊലപ്പെടുത്തി അവരുടെ ആരാധനാലയങ്ങളും വിഹാരങ്ങളും ക്ഷേത്രങ്ങളൊക്കെ പിടിച്ചെടുത്ത അനുഭവം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്, കേരളത്തിന് പുറത്തും. അപ്പൊ അത് എവിടെയൊക്കെയാണ്, എങ്ങനെയാണെന്ന് പറയാവുന്ന ഒരു സമയമാണ്. എന്തായിരുന്നു കഴുവേറ്റിക്കല്ല്, എങ്ങനെയാണ് അവർ ആളുകളെ കൊലപ്പെടുത്തിയത്, എങ്ങനെയാണ് ഒരു കുന്തം ഒരാളുടെ ശരീരത്തിന് നെടുകെ കുന്തം കയറ്റി കൊല്ലുന്ന രീതി, കഴുവേറ്റി കൊല്ലുന്ന രീതി, അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യരെ, 10,000-കണക്കിന് മനുഷ്യരെ കൊലപ്പെടുത്തിയിട്ടാണ് ഈ ബ്രാഹ്മണ സ്വഭാവത്തിലുള്ള ഒരു ഹിന്ദു മതം സ്വാധീനം പിടിച്ചെടുക്കുന്നത്. അത് ആലുവ മണപ്പുറത്തെ പിതൃക്കൾക്ക് കൊടുക്കുന്ന ബലിക്കകത്ത് അതുണ്ട്. ആലുവ മണപ്പുറം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അങ്ങനെ ബൗദ്ധരെ കൊന്നു തള്ളിയ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ആലുവ മണപ്പുറം. അതുകൊണ്ടാണ് അവിടെ പിതൃക്കളുടെ ശാന്തിക്ക് വേണ്ടി ആള് ബലിയിടാൻ പോകുന്നത്. എല്ലാ തിരുനാവായിൽ തന്നെയാണ്, അത് ബൗദ്ധ കേന്ദ്രമാണ്, ബുദ്ധമതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം. അപ്പോൾ ഈ ചരിത്രം എങ്ങനെയാണ് കേരളത്തിന് പുറത്തൊക്കെ ബുദ്ധമതത്തെ, ജൈനമതത്തെ ഇല്ലാതാക്കിയത് എന്ന ചരിത്രം കൂടി പറയാവുന്ന ഒരു സന്ദർഭമാണ്. അത് ഈ കുംഭമേള കഴിഞ്ഞാൽ കേരളത്തിലെ ചരിത്രകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരൊക്കെ അതിലേക്കാണ് പോകേണ്ടത്. അതാണ് സംഘപരിവാറിന് കൊടുക്കാനുള്ള മറുപടി. മറ്റൊരു പോസ്റ്റ് വായിക്കാം. സനാതനധർമ്മം കഷ്ടത്തിലാവുന്ന ഘട്ടത്തിൽ അവർ ഇറങ്ങും ആയുധമേന്തി. ഈ ശംഖ് മാറ്റി ആയുധം എടുപ്പിച്ചാൽ പിന്നെ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, അത് ഓർമ്മ വേണം. മഹാമാഘ മഹോത്സവം, അതിപ്പോൾ നടക്കാൻ പോകുന്ന കുംഭമേളനെ വിളിക്കുന്ന പേരാണ്.
നിശ്ചയിച്ച സ്ഥലത്ത് നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കും. വോട്ട് ബാങ്ക് കണ്ട് പിണറായി തുള്ളാൻ നിന്നാൽ അത് മറികടക്കാൻ ശേഷി കേരളത്തിലെ ഹിന്ദു സമൂഹം ആർജിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സനാതനധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നടക്കുന്ന, പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ സനാതനധർമ്മത്തിന്റെ ശത്രുവായിട്ട് അവര് നിരന്തരം അവരുടെ വാക്കുകളിലുള്ളത് ജിഹാദി എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മുസ്ലിങ്ങളാണ് ഇതിന്റെ ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന ഒരു പരിപാടി. അല്ലെങ്കിൽ ഇത് വളരെ നിഷ്കളങ്കമായ ഒരു പരിപാടിയല്ല. മുസ്ലിങ്ങൾക്കെതിരെ ചെയ്യുന്നു, സനാതനധർമ്മത്തെ സംരക്ഷിക്കാൻ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താണോ ഹിന്ദു മതം പണ്ട് ചെയ്തിരുന്ന അതേ കാര്യം തന്നെ, അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന് പറയപ്പെടുന്ന ആ ഒരു ആശയം എന്താണോ ചെയ്തിരുന്നത് അതേ കാര്യം തന്നെ ചെയ്യാൻ വേണ്ടി. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, സന്യാസിമാരെ ആയുധമണിയിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ആനന്ദവനം ഭാരതി, അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ അഗാഡയിൽപ്പെട്ട ആളുകളാണ് ബാബറി മസ്ജിദ് പൊളിച്ചതാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഇതിലേക്ക് വരുന്നത്. ഇതിന് മലപ്പുറമായി കൂടി നേരത്തെ പറഞ്ഞത്, ഇത് മലപ്പുറം കുംഭമേള എന്നുകൊണ്ട് മലപ്പുറമായി കണക്ട് ചെയ്യുന്ന ഒരു രീതി കൂടി. അത് പുറത്തൊരു മാർക്കറ്റ് മലപ്പുറം പറയുന്നത്. കാരണം മലപ്പുറത്തെ കുറിച്ച് പുറമെ ഉത്തരേന്ത്യയിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് മലപ്പുറത്ത് ഇങ്ങനെ മുസ്ലിങ്ങളുടെ ഇതുകൊണ്ട് ജീവിക്കാൻ വയ്യാതെ, കാരണം റംസാൻ കാലത്ത് കുടിക്കാൻ വെള്ളം കിട്ടൂല, അങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്. യഥാർത്ഥത്തിൽ മലപ്പുറത്ത് ജീവിക്കുന്ന ആൾക്ക് അതിന്റെ ഒരു പൊള്ളത്തരം മനസ്സിലാവുള്ളൂ. മലപ്പുറം ജില്ലയിൽ വലിയ തമാശയാണ്. കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ നിന്നും വടക്കൻ ജില്ലകളിൽ നിന്നും ധാരാളം പേര് മലപ്പുറത്ത് അധ്യാപകരായിട്ടും മറ്റും ജോലിക്ക് വന്നിട്ടുണ്ട്. കാരണം വളരെ പെട്ടെന്ന് ഒരുപാട് സ്കൂളുകളും കോളേജുകളൊക്കെ മലപ്പുറം ജില്ലയിൽ വന്നു കഴിഞ്ഞ 4 നൂറ്റാണ്ടുകൾ പോകാം. അപ്പോൾ ഈ സ്വകാര്യ സ്കൂളുകളിൽ അധ്യാപകർ വേണ്ടത്ര മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരില്ല. അതുകൊണ്ട് കൊല്ലം ജില്ലയിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തു നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ കോഴിക്കോട് നിന്നൊക്കെ ആളുകൾ മലപ്പുറത്തേക്ക് പോകും. കൊല്ലം ജില്ലയിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിൽ നിന്നൊക്കെ വന്നവരെ ഒന്നും പിന്നെ മടങ്ങി പോയിട്ടില്ല. ഈ അധ്യാപകരൊക്കെ ഇവിടെ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി വീട് വെച്ച് ഇവിടെ തന്നെ വിവാഹം കഴിക്കാൻ. അത് ടീച്ചർമാരായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ മാഷന്മാരായിരിക്കും. പലതും ഇന്റർകാസ്റ്റ് മാരേജുകളാണ്. വളരെ രസമുള്ള പഠിക്കേണ്ട ഒരു വിഷയം. പല ആളുകളും ഇന്റർകാസ്റ്റ് മാരേജാണ്. മുസ്ലിങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ജാതിമാരി കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ആരും മലപ്പുറം വിട്ടു പോകുന്നില്ല. അവർ മലപ്പുറത്ത് സ്ഥിരതാമസാക്കുകയാണ്. എന്തിനാ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്ന ഒരാൾ, ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്ന ഒരാൾ മലപ്പുറത്ത് സ്ഥിരതാമസാക്കി മടങ്ങി പോകുന്നില്ല. അപ്പോൾ അവരുടെ നാട്ടിലേക്കാൾ കംഫർട്ടബിൾ ആണ് മലപ്പുറം ജില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, പല പഞ്ചായത്തുകളിൽ നോക്കിയാൽ കാണാൻ ഒരു രസകരമായ കാര്യം, പല സ്ഥലങ്ങളിലും അവിടുത്തെ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായിട്ട് വരുന്നത് ആ മലപ്പുറം ജില്ലയിലുള്ള ആളല്ല. ഇങ്ങനെ നേരത്തെ പറഞ്ഞാൽ വന്നിട്ട് ഇവിടെ സെറ്റിൽ ചെയ്തിട്ട് അവരാണ് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വന്നവരുണ്ട്, ബാങ്കിന്റെ പ്രസിഡന്റായിട്ട് വന്നവരുണ്ട്. എന്ന് വെച്ചാൽ സാമൂഹ്യ ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ പോലും പ്രാദേശികമായിട്ട് ഈ പുറത്തുനിന്ന് അവരെ നമ്മൾ പുറമേ നിന്ന് വന്നവരാണെന്ന് കരുതിയിട്ട് മലപ്പുറത്തുകാരെ മാറ്റി നിർത്തുന്നില്ല. അങ്ങനെ കൾച്ചറില്ല. അവർ സാമൂഹ്യ ജീവിതത്തിന്റെ നേതൃസ്ഥാനത്തുണ്ട്, ഇടവഴകി ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇല്ലാത്ത, എന്ന് വെച്ചാൽ മലപ്പുറത്തിന്റെ ഒരു സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് അതെങ്ങനെയാണ് നടന്നു പോകുന്നതെന്ന് അറിയാത്ത ആളുകൾ നടത്തുന്ന പ്രചരണം. അവരിവിടെ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് ഇവിടെ ഒരു ഗൗരവമായിട്ട് ഒരു അന്വേഷണം നടത്തുകയും ഇവിടുത്തെ ജീവിതാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ ഈ പറയുന്ന തരത്തിലുള്ള ജില്ലയല്ല മലപ്പുറം എന്ന് ബോധ്യമാവും. കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 10-25 കൊല്ലം ഒരുപാട് സ്ഥലത്ത് സാമൂഹിക സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ജില്ലയിലും. കണ്ണൂർ ജില്ലയിലൊക്കെ അതിന്റെ സംഘർഷം വളരെ രൂക്ഷമാണ്. അത് പലപ്പോഴും ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് വരും, ചിലപ്പോൾ മതമായിട്ട് വരും. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ഒരു 19 വർഷമായിട്ട് അത്തരം ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല. സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി പരാതി മുഴുവൻ മലപ്പുറത്തെ കുറിച്ചാണ്. മലപ്പുറത്ത് തന്നെ വർഗീയ ലാഭങ്ങൾ ഉണ്ടായിട്ടില്ല, രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല. കണ്ണൂർ ജില്ലയിലുള്ളതിനേക്കാൾ സുഖകരമായ ജീവിതാവസ്ഥ മലപ്പുറത്തുണ്ട്. മലപ്പുറത്ത് സാമൂഹിക സംഘർഷം കുറവാണ്. അപ്പോൾ ഈ മലപ്പുറത്തിന്റെ ഈ ഒരു പ്രത്യേകതയെക്കുറിച്ചാണ് ശരിക്കും മലപ്പുറത്തുകാർ പറയേണ്ടത്. അവരത് പറഞ്ഞു തുടങ്ങേണ്ടത്. അത് പറയാനുള്ള ഒരു അവസരമായിട്ട് കൂടി ഈ കുംഭമേളയെ മാറ്റേണ്ടത്. ഈ കുംഭമേളയല്ല, ഈ ഒരു കാർണിവലാണ്. അത് സമാധാനമായിട്ട് നടക്കുകയും അതിന് സംഘർഷം ഉണ്ടാക്കാനുള്ള ഈ സംഘപരിവാറിന്റെ ആളുകളുടെ ശ്രമങ്ങളെ വിവേകം കൊണ്ട് മലപ്പുറത്ത് ജനങ്ങൾ പരാജയപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയിൽ എങ്ങനെയാണ് സംഘപരിവാർ ഇടപെടുന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ സാംസ്കാരിക മുന്നേറ്റം, അതുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു വലിയ പുരോഗമനമായ ഒരു സാംസ്കാരിക മുന്നേറ്റം രൂപപ്പെടുത്തിയെടുക്കേണ്ട ബാധ്യത മലയാളികൾക്കുണ്ട്. ഇപ്പൊ ഏറെക്കുറെ നിങ്ങൾക്കും എന്നെ പോലെ തന്നെ സംശയങ്ങളെല്ലാം തീർന്നെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചത്, ഞാൻ ഇത് പഠിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലാന്ന് വരും. കാരണം ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അത്തും വിത്തുമായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചത്. ഇതാണ് സംഘപരിവാറിന്റെ കുംഭമേള. ഈ കുംഭമേള ഉത്തരേന്ത്യയിലെ കുംഭമേളയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ കുംഭമേള മലപ്പുറത്ത് വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നെല്ലാം മനസ്സിലായല്ലോ. ഉദ്ദേശം നമുക്ക് ആദ്യമേ ഏറെക്കുറെ അറിയായിരുന്നു. പക്ഷെ ഈ വീഡിയോ കണ്ടതോടുകൂടി നിങ്ങൾക്ക് പൂർണ്ണമായ ഉദ്ദേശം മനസ്സിലായല്ലോ. സംഘപരിവാർ നടത്തുന്ന ഈ കുംഭമേളയും ഹിന്ദുവിന്റെ ആചാരമായിട്ട് യാതൊരു ബന്ധമില്ല. ഇതൊരു ഹിന്ദു ആചാരമെന്ന് പറയാനേ പറ്റൂല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സംഘി വന്നിട്ട് നിങ്ങളോട് കുംഭമേളയെ കുറിച്ച് തർക്കിക്കാൻ നിന്നാല് കൃത്യമായിട്ട് പറയേണ്ട മറുപടി ഈ വീഡിയോ കണ്ടതോടെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. നിങ്ങൾ അധികം തർക്കിക്കാൻ നിൽക്കണ്ടട്ടാ. സംഘികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാന്ന് വെച്ചാൽ അത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ആ പരിപാടിക്ക് പോണ്ട. സംഘി പിന്നെ അതിൽ പിടിച്ചിട്ട് അതിലൊരു വർഗീയത ഉണ്ടാക്കിയിട്ട് അതിൽ സംഘർഷം ഉണ്ടാക്കാൻ നോക്കും. അപ്പൊ സംഘപരിവാറിന്റെ കുംഭമേളയുടെ ഉദ്ദേശം മലപ്പുറമാണ്, മലപ്പുറത്തെ മുസ്ലിങ്ങളാണ്, അവിടെ ഒരു സംഘർഷം തന്നെയാണ്. അതുകൊണ്ട് ഈ കുംഭമേളയിൽ ഏറ്റവും കൂടുതൽ സംഘർഷം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ അത് സംഘപരിവാർ തന്നെയാണ്. ആ സംഘപരിവാറിനെ നമുക്ക് ചമ്മി നാറിക്കാം. ആ ഭാഗത്തേക്ക് അധികാരം മൈൻഡ് കൊടുക്കാണ്ട് മതി. മൈൻഡ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇവർ ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിനി. ഇനിയും അങ്ങോട്ടേക്ക് അധികം മൈൻഡ് കൊടുക്കാതിരിക്കുക. അപ്പൊ ഇതാണ് സംഘപരിവാറിന്റെ കുംഭമേള. ഈ കുംഭമേളയായിട്ട് ഹിന്ദു ആചാരങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇനി കുരുപൊട്ടി സംഖ്യകളെ വന്നിട്ട് കുരുപൊട്ടിക്കോ. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കുരുപൊട്ടി സംഖ്യക്കും എന്റെ ഒരു നല്ല സുല.